ഹലോ ഗൈസ്, അപ്പോൾ അതിവിദഗ്ധമായിട്ട് എങ്ങനെയാണ് ഒരു വാഴക്കൊല നമ്മൾ പറിച്ചെടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സാണ് ഗൈസ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളാം. ഇനിയിപ്പോൾ ഇതുപോലൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വാഴക്കൊല വെട്ടേണ്ടത്. എന്നാലും എൻ്റെ മഹേഷേടാ, നിങ്ങളിത് എന്താണിത്? ഇപ്പോൾ വാഴക്കൊലയ്ക്ക് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. വാഴക്കൊല വെട്ടാൻ വേണ്ടി കൊടുവാളെടുത്തിട്ട് വരുന്ന കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്തൊരാവേശവും എന്തൊരു ഉത്സാഹവും ആയിരുന്നു. നമ്മുടെ വാഴക്കൊല്ലിൽ കുറേ പഴങ്ങൾ കിളികളും അണ്ണാനൊക്കെ കഴിച്ചു പോയിട്ട് കേട്ടോ. എന്തായാലും പ്രകൃതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ വാഴയിലും ഓരോ കൊലകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കാൻ തുടങ്ങും. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പഴുക്കും ഗൈസ്. അപ്പോൾ നമുക്ക് മടുക്കും. ഇതാണെങ്കിൽ എനിക്ക് കഴിക്കാനും പറ്റില്ല. കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജലദോഷം വരും ഗൈസ്. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ? എൻ്റെ ദൈവമേ, വാഴക്കൊല വെട്ടി താഴെയിട്ടെന്ന് പറഞ്ഞത് വാഴനെയും വെട്ടി താഴെയിടുന്നു. ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ കൊല്ലുമോ മനുഷ്യന്ന്. ആകെ ഉണ്ടായിരുന്നൊരു കറിവേപ്പില ചെടിയാണ്, അതിൻ്റെ മേലെ കൂടെയാണ് ഗൈസ് ഈ വാഴ കൊണ്ടിട്ടത്. ഇനി അമ്മയെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നു. അതിസാഹസികമായിട്ടുള്ള വാഴക്കൊല വെട്ടലിന് ശേഷം ആ വാഴനെയും കൂടി വെട്ടി നശിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.